നയൻതാര കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ജ്യോതികയ്ക്ക് പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്, നവ്യ കസ്റ്റമർ ആയിരുന്നു, ജോജു കസ്റ്റമർ ആയിരുന്നു, മാർട്ടിൻ കസ്റ്റമർ ആണ്, ചാക്കോച്ചൻ കസ്റ്റമർ ആയിരുന്നു, നിവിൻ പോളി കസ്റ്റമർ ആയിരുന്നു. ധ്യാന്റെയും വിനീതിന്റെയും കുട്ടികളിലൊക്കെ പ്രസവിച്ച സമയത്തൊക്കെ വിമല ചേച്ചി എന്നെ വിളിച്ചിട്ട് ഞാൻ അവരോട് സംസാരിച്ച് ഭക്ഷണക്രമം ഒക്കെ ചിട്ടപ്പെടുത്തി കൊടുത്തേ. നിവിന്റെ വൈഫ് രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാൻ പാലക്കാട് നിന്ന് വരെ മുരിങ്ങയില കൊണ്ട് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. 2018 ഫ്ലഡിൽ നമ്മൾ തകർന്നു. 270 ഏക്കർ പാടം തകർന്നു. 2-3 ടൺ പ്രോസസ്ഡ് അരി പോയി. നെല്ല് ഒരുപാട് ഉണ്ടായിരുന്നതും പോയി. ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലായി. ഈ തകർന്നതിൽ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്താൻ ആരും വന്നു. സെലിബ്രിറ്റീസിൽ എത്ര പേര് നമ്മുടെ അരി കഴിക്കുന്ന, ഒരാളും വിളിച്ച് ചോദിച്ചൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. നമ്മൾ നാച്ചുറൽ ഫാമിങ്ങിന്റെ ഒരു വേ ഓഫ് ലിവിങ്ങിലേക്ക് വന്നത് 2008 തൊട്ടുണ്ട്. അതിന്റെ ഒരു യാത്രയുടെ ഇടയിലാണ് ശ്രീനിയേട്ടന്റെ അവിടെ നമ്മൾ ചെയ്യുന്നതും. അത് കഴിഞ്ഞ് 2013 മമ്മൂക്കയുടെ ഫാമിങ്. മമ്മൂക്ക കണ്ട ഉടനെ പറഞ്ഞു ഞാൻ നാളെ വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, എന്റെ പൊന്നെ മമ്മൂക്ക വീട്ടിലോട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂക്ക അത് ഞങ്ങളുടെ വഴിയൊക്കെ ഇച്ചിരി പ്രശ്നം, കാടും മേടും കയറുന്ന വണ്ടി എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല, ഞാൻ വരികയെന്ന് പറഞ്ഞു. പശുവൊക്കെ പുള്ളിയെ കണ്ടപ്പോൾ ഇങ്ങനെ തലയും കൊണ്ട് പോകരുത്. നമുക്ക് അതിൻ്റെ നെറുകയിലൊക്കെ ഇങ്ങനെ തലോടുന്ന ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പാലക്കാട് വീട്ടിലുണ്ടായിരുന്ന ഒരു കാസർഗോഡൻ ഡ്വാർഫിനെ ഞങ്ങൾ ശ്രീനിയേട്ടൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുമ്പോൾ വിമല ചേച്ചിയും ശ്രീനിയേട്ടനും ഞങ്ങൾ എന്താ പറയുക താലമൊക്കെ വെച്ച് പൂജിച്ച് ഈ കണ്ടനാട്ട വീട്ടിൽ അങ്ങനെയാണ് ഞങ്ങളുടെ കാസർഗോഡൻ കുള്ളനെ അവിടെ കൊണ്ടുപോകുന്നത്. മമ്മൂക്കയ്ക്ക് 17 ഏക്കറാണ് ചീപ്പുങ്കലുണ്ടായിരുന്നത്. ആ 17 ഏക്കറിലും നെല്ല് മാത്രം. അദ്ദേഹത്തിന് കല്ലാറ് തോട്ടമുണ്ട്, സുഗന്ധ ദ്രവ്യ വ്യഞ്ജനങ്ങളുടെ തോട്ടമുണ്ട്. അതും ഈ ഫോമിലേക്ക് ആക്കിയായിരുന്നു ആ കാലം കൊണ്ട്. 4 കുട്ടികളാണ്. 4 കുട്ടികളും സ്കൂളിൽ പോയിട്ടില്ലേ? ഇല്ല. 4 പേരിൽ ഒട്ടും സ്കൂളിൽ പോകാത്ത മൂത്ത മോന നോനു, ഏറ്റവും ചെറിയ മോനെ ഒന്നിച്ചേർത്ത് ഇവിടെ ഒരു അടുത്തൊരു ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ട്. എന്റെ വിജി ഇവർക്ക് എഴുത്തും വായനയൊക്കെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അവർക്ക് ഒന്നും അറിയില്ല. അവർക്ക് കൃഷി അറിയാം, പിന്നെ അവർക്ക് പല പല കളികൾ അറിയാം, ഇതൊക്കെ ഉള്ളൂ. അപ്പൊ ഉടനെ പറഞ്ഞു താനെന്ന ഒരു കാര്യം ചെയ്യണമെങ്കിലും ജയിപ്പിച്ചെടുക്കണം കേട്ടോ. അത് ഞാൻ ജയിപ്പിച്ചെടുത്തു. അങ്ങനെ ഒരാളെ 9ന്റെ അവസാനം എന്നുള്ള നിലയ്ക്ക്, ഒരാളെ 8ന്റെ അവസാന നിലയ്ക്ക് ഇങ്ങനെ അങ്ങ് ചേർത്തു. പക്ഷെ ഇവള് ഞെട്ടിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിൽ ഹിന്ദിക്കൊഴി എല്ലാത്തിനും A+ മേടിച്ച് ജയിച്ചു. ഒരു ട്യൂഷനും ഒന്നിനും വിട്ടിട്ടില്ല. അവള് തന്നെ പഠിക്കുന്നത്. അനിയത്തിയുടെ മോള് 10ാം ക്ലാസ്സിലെ NCERT മാത്സിൽ അവളെ ട്യൂഷൻ എടുക്കുന്നത്. ദുബായിലെ അനിയത്തിയുടെ മോളെയൊക്കെ 9ലെയും 10ലെയും കണക്കും ഫിസിക്സ് ഒക്കെ അവളാ പഠിപ്പിക്കുന്നത്. ഇപ്പം ആർക്കിടെക്ചർ ഫസ്റ്റ് ഇയർ ആണ് ഗവൺമെന്റ് വിമൻസ് സ്കൂളിൽ, ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. എല്ലാവരും എന്നോട് പറയും 4 മക്കളെ നോക്കിയെന്നല്ല, അവരെന്നെയാ നോക്കിയത്. ആക്ച്വലി എനിക്ക് വേണ്ട എല്ലാ മാനസിക പിന്തുണയും അവരാ തന്നത്. എന്നെ കൊണ്ട് നടന്നത് മുഴുവൻ എൻ്റെ മോനെ. ഇപ്പം മോനില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു ചേച്ചിയാണ് വിജി ചേച്ചി. നമ്മുടെ മമ്മൂക്കയുടെയും ശ്രീനിയേട്ടൻ്റെ ഒക്കെ വീട്ടിൽ ഓർഗാനിക് ഫാമിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ പേപ്പറിലൂടെ എല്ലാം വായിച്ചറിഞ്ഞൊരു കാര്യങ്ങളാണ് അല്ലേ. അങ്ങനെ അവർക്കത് തുടങ്ങേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അവരുടെ കൂടെ അത് തുടങ്ങുകയും എല്ലാം ചെയ്തത് നമ്മുടെ ബി ചേച്ചിയായിരുന്നു. യെസ്, ബി ചേച്ചി നാച്ചുറോപ്പതി എന്ന് പറയുന്ന ഒരു വാക്കിലോട് മാത്രമായിട്ട് ചേച്ചിനെ ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞൂടെ ചേച്ചിക്ക് ഞാൻ എങ്ങനെ ഒരൊറ്റ വാക്കിലൊരു ഡെഫിനിഷൻ കൊടുക്കണം എന്നതുപോലും എനിക്ക് അറിയണില്ല. യെസ് ചേച്ചി, വെൽക്കം ടു ദ ഷോ. വെൽക്കം. നമസ്കാരം ചേച്ചി. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് ബി ചേച്ചി എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊക്കെ ചേച്ചിയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ട് പരിചയമുള്ളവരുണ്ടാവും. എന്നാലും ബാക്കി എല്ലാവർക്കും വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഈ നമ്മുടെ മമ്മൂക്കയുടെയും ശ്രീനിയേട്ടൻ്റെയും ഓർഗാനിക് ഫാമിംഗ് അവരുടെ വീട്ടിൽ ചെയ്തു കൊടുത്തത് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഞാൻ മേൽ പറഞ്ഞ പോലത്തെ കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് എത്താം. ഓക്കെ ചേച്ചി, ഇത് ആദ്യം തുടങ്ങിയത് മമ്മൂക്കയുടെ വീട്ടിലായിരുന്നു അല്ലേ? നമ്മൾ പ്രകൃതി കൃഷിയുടെ ഒരു വലിയ പ്രൊജക്ട് നമ്മുടെ മാളയിൽ അഷ്ടമിച്ചിറയിൽ ചെയ്തിരുന്നു. ഹിലാലും ഞാനും, ഹിലാല് ഹസ്ബൻഡ്. ആ സമയത്ത് നമ്മുടെ ADGP സന്ധ്യ മേഡമാണ് അത് വിതയ്ക്കാൻ വന്നതും എല്ലാം. അന്ന് അവിടെ നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു പ്രകാശ് ഉണ്ടായിരുന്നു. പ്രകാശ് ശ്രീനിയേട്ടൻ്റെ നെയ്ബറായിരുന്നു. അപ്പം നമ്മുടെ ഈ ഫാമിംഗ് ഒക്കെ കണ്ടപ്പം പുള്ളിയാണ് പറയുന്നത് നമുക്ക് ശ്രീനിയേട്ടനെ പാടത്ത്, ശ്രീനിയേട്ടൻ്റെ വീടിനോട് ചേർന്ന് കണ്ടനാട് ഇദ്ദേഹത്തിന് പാടമാണ്, നമുക്ക് അവിടെ ചെയ്യാം എന്ന് പറഞ്ഞാണ് ശ്രീനിയേട്ടനോട് ഇത് ആലോചിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പാലക്കാട് വീട്ടിലുണ്ടായിരുന്ന ഒരു കാസർഗോഡൻ ഡ്വാർഫിനെ ഞങ്ങൾ ശ്രീനിയേട്ടൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുമ്പോൾ വിമല ചേച്ചിയും ശ്രീനിയേട്ടനും ഞങ്ങൾ എന്താ പറയുക താലമൊക്കെ വെച്ച് പൂജിച്ച് ഈ കണ്ടനാട്ട വീട്ടിൽ അങ്ങനെയാണ് ഞങ്ങളുടെ കാസർഗോഡൻ കുള്ളനെ അവിടെ കൊണ്ടുപോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കേക്കിന് പകരം കിണ്ണത്തപ്പമൊക്കെ മുറിച്ച്, അത് ഒരു നാച്ചുറൽ കേക്ക് വേണ്ട, അങ്ങനെ കിണ്ണത്തപ്പമൊക്കെ മുറിച്ച് ഞങ്ങൾ അതൊക്കെ ആഘോഷിച്ചു. അങ്ങനെയാണ് അവിടെ നമ്മൾ ആ ശ്രീനിയേട്ടൻ്റെ ഫ്രണ്ട് പ്രകാശിൻ്റെ പാടവും സമീപ പാടവും ഒക്കെ ചേർന്ന് ആദ്യം നാച്ചുറൽ ഫാമിംഗ് അവിടെ തുടങ്ങുന്നത്. നമ്മൾ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു വേ ഓഫ് ലിവിങ്ങിലേക്ക് വന്നത് 2008 തൊട്ടുണ്ട്. ഓക്കെ.
ഉണ്ട്. അപ്പം നമ്മൾ അന്ന് സുഭാഷ് പാലേക്കറുടെ കൃഷി രീതി, സുഭാഷ് പാലേക്കറിൻ്റെ ആദ്യത്തെ കേരളത്തിലെ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഞാൻ ഹിലാലും പങ്കെടുക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ കൃഷി, അതായത് പശുവിൻ്റെ ചാണകം, നാടൻ പശുവിൻ്റെ ചാണകത്തിൻ്റെ അധിഷ്ഠിതമായ കൃഷിയെക്കുറിച്ച് അവിടെ വെച്ചാണ് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് ഗ്രാജുവലി അതിൻ്റെ ഒരു യാത്രയുടെ ഇടയിലാണ് ശ്രീനിയേട്ടൻ്റെ അവിടെ നമ്മൾ ചെയ്യുന്നതും. അത് കഴിഞ്ഞ് 2013 മമ്മൂക്കയുടെ ഫാമിങ് നമ്മൾ തുടങ്ങുന്ന 2013 ജൂലൈയിലാണ് അത് നമ്മൾ വിതയ്ക്കുന്നത്. പിന്നെ അത് കൊയ്യുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലാണ് അത് കൊയ്യുന്നത്. അപ്പം ഈ 2 താരങ്ങളുടെയും ഫാമിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ശ്രീനിയേട്ടൻ പിന്നെ കുറച്ചും കൂടി ഒരു ജനകീയനായ ആളാണല്ലോ. പിന്നെ കുറേ ആൾക്കാരൊക്കെ കൂടി ശ്രീനിയേട്ടൻ അതൊരു ആഘോഷമാക്കി അങ്ങനെ അങ്ങ് ചെയ്തു പോയി. പക്ഷെ മമ്മൂക്കയുടെ ഫാമിങ് കുറേ വർഷങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്തിരുന്നത്. ഓക്കെ. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി? ഫാമിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? എത്രത്തോളം സ്ഥലത്താണ് അത് ചെയ്തതെല്ലാം? നെല്ലാണ് ചെയ്തിരുന്നത്. മമ്മൂക്കയ്ക്ക് 17 ഏക്കറാണ് ചീപ്പുങ്കൽ ഉണ്ടായിരുന്നത്. ആ 17 ഏക്കറിലും നെല്ല് മാത്രം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് കല്ലാറ് തോട്ടമുണ്ട്, ഈ സുഗന്ധ ദ്രവ്യ വ്യഞ്ജനങ്ങളുടെ തോട്ടമുണ്ട്. അതും ഈ ഫോമിലേക്ക് ആക്കിയായിരുന്നു ആ കാലം കൊണ്ട്. അതായത് കൃഷി എന്ന് പറയുന്നത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാതെ, ഇപ്പൊ കാടിന്റെ ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ, അവിടെ നമ്മളെല്ലാം പരസ്പര പൂരകമായി അത് തഴച്ചു വളരുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അവിടെ പക്ഷി മൃഗാദികളുടെ ഇതുപോലെ അവരുടെ കാഷ്ടവും ഇത് ചാണകവും, ഇങ്ങനെ പശുവിൻ്റെ ചാണകം, മൃഗങ്ങളുടെ ഇതുമെല്ലാം വീണ് സമ്പുഷ്ടമായി മാറുകയാണ് അവിടെ. അപ്പം അവിടെ കൃഷി എന്ന് പറയുന്ന ആരും പോയി ചെയ്തു കൊടുക്കുകയല്ല, അതവിടെ സ്വയം ഉണ്ടാകുന്നതാണ്. ആ നിലയിൽ തന്നെ നമ്മൾ നമ്മുടെ കൃഷിയുടെ എല്ലാം അടിസ്ഥാനം പശുവാണ്, നാടൻ പശുവാണ്. ശ്രീനേട്ടൻ്റെ അവിടെ ആ പശുവിനെ കൊടുത്തു. മമ്മൂക്കയുടെ അവിടെ ഞങ്ങൾ ആന്ധ്രയുടെ തനത് പശുക്കളാണ് അവിടുത്തെ പാടത്ത് നമ്മൾ നിർത്തിയിരുന്നത്. അതൊക്കെ ഇങ്ങനെ പെറ്റുപെരുകുമ്പോൾ അതിലെ കുറച്ചെണ്ണത്തിനെ മമ്മൂക്കയുടെ കല്ലാറിലെ അവിടെ വിട്ടിട്ടുണ്ട്. കാഡമം പ്ലാന്റേഷൻ ആയിരുന്നു അവിടെ വിട്ടിട്ട്, അതും ഇതുപോലെ വിഷമില്ലാത്ത രീതിയിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഈൽഡ് കുറയുമെങ്കിലും പിന്നീട് കിട്ടുന്നത് നമ്മളെന്താ പൊന്നും വിലയിൽ വേണമെങ്കിലും വിൽക്കാവുന്ന തരത്തിലേക്ക് അത് നാച്ചുറൽ വേ ഓഫ് ലൈഫിൽ വരുമായിരുന്നു. ഓക്കെ. ശ്രീനേട്ടൻ്റെ അവിടെയും എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോൾ ശ്രീനേട്ടന് കുറച്ചും കൂടി ആ വീട് വെക്കുമ്പോൾ തന്നെ കുറെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ ഒരു പച്ചക്കറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ബേസിക്കലി നെല്ലിന് വേണ്ട സപ്പോർട്ട്, പിന്നെ ഓൾറെഡി ഒരു പശുവിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഫാമിങ്ങിന് വേണ്ട എല്ലാമായി. പിന്നെ അതിനെക്കുറിച്ചൊരു സ്വയം ഒരു ധാരണ ഉണ്ടാവുമല്ലോ, എങ്ങനെ കൃഷി ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ആ രീതിയിൽ തുടർന്നു പോയി. 2 വർഷവും അത് ചെയ്തു. ഓക്കെ. അതൊക്കെ നമ്മൾ അന്ന് ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ മീഡിയയിലൂടെ അതിന്റെ റൈറ്റിപ്പും കാര്യങ്ങളെല്ലാം വരും. അങ്ങനെയാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇവരിങ്ങനെ തുടങ്ങി ഇത് ചെയ്തു എന്നൊക്കെ ഉള്ളതും. പിന്നെ നമ്മുടെ ഇവിടെ ഓർഗാനിക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ വന്നു തുടങ്ങി, മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങി. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. പക്ഷെ ചേച്ചി ഈ ഒരു ഓർഗാനിക് സംഭവത്തിലേക്ക് ചേച്ചി വരുന്നത് 2008 2007-8 കാലഘട്ടത്തിലാണ്. അത് സ്വന്തം വീട്ടുവളപ്പിലാണോ? അന്നേരം എനിക്ക് 3ാമത്തെ മോളായി. എനിക്ക് ശരിക്കും 4 മക്കളാണ്. അതിൽ 3ാമത്തെ മോളിലൂടെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നല്ല ഭക്ഷണം അന്വേഷിച്ച് നടന്നു, എവിടെ അന്ന് കിട്ടും. അപ്പൊ എൻ്റെ ധാരണ ഇതൊരു കിട്ടാക്കനിയാണ്. ഒരു വിഷം അടിക്കാത്ത നല്ലൊരു ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പണിയാണ്. ഇത് പലയിടത്തു നിന്നും തപ്പി വാങ്ങിക്കുമ്പോഴും നമുക്കൊരു വിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ട്, അത് തന്നെ ആയിരിക്കുമോ എന്നുള്ള. അങ്ങനെ എന്നാൽ ഇനിയൊരു കാര്യം ചെയ്യും, നമ്മുടെ മക്കൾ നല്ല ഭക്ഷണം കഴിച്ച് വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ 2 പേരും. 1 സെന്റ് സ്ഥലമില്ലാത്ത ഞങ്ങൾ ഇതിനെ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് 10-15,000 രൂപ ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ട് എനിക്ക്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലായിരുന്നു അന്ന്. അപ്പോൾ ഇനി വേണ്ട, എന്തായാലും ജീവിതത്തിൽ കുറേ പരീക്ഷണങ്ങളാവാമെന്ന് കരുതി ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവറെ പോലെ ഞാൻ അങ്ങോട്ട് കൂടെ കൂടി. അപ്പോൾ എനിക്ക് വരുമാനമോ വിദ്യാഭ്യാസമോ അല്ലെ ഏതെങ്കിലുമൊക്കെ ഓഫീസിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന് പോകേണ്ട ഞാനായിരുന്നു. പക്ഷേ പുള്ളിയുടെ എവിടെയോ ഒരു സ്പാർക്ക് അതെനിക്കും പുള്ളിക്ക് നന്നായി അതെനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റി. ഞങ്ങൾ അങ്ങനെ പിന്നെ ഷോളയൂര് ഇവിടെയൊക്കെ ആയിരുന്നു, അട്ടപ്പാടി വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വനിത ഫീച്ചർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്കൂൾ വേണ്ട എന്ന് പറഞ്ഞു കുട്ടികളുടെ. അങ്ങനെയാണ് മാർട്ടിൻ പ്രക്കാട്ട് വഴി മമ്മൂക്ക ഞങ്ങളെക്കുറിച്ച് അറിയുന്നതും. മമ്മൂക്കയുടെ ഒരു ഷൂട്ടിംഗ് പ്ലേസിൽ ഞങ്ങൾ പോയി പരിചയപ്പെടുന്നു. മമ്മൂക്ക കണ്ട ഉടനെ പറഞ്ഞു, ഞാൻ നാളെ വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ പൊന്നെ മമ്മൂക്ക വീട്ടിലോട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞു, മമ്മൂക്ക അത് ഞങ്ങളുടെ വഴിയൊക്കെ ഇച്ചിരി പ്രശ്നം, കാടും മേടും കയറുന്ന വണ്ടി എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല, ഞാൻ വരികയെന്ന് പറഞ്ഞു. ഞാൻ ആകെ അങ്കലാപ്പായില്ലേ, എന്ത് ചെയ്യും, കയ്യും കാലും ഒന്നും ആടുന്നില്ല. പിന്നെ ജോർജ് ചേട്ടനെ വിളിച്ചു നമുക്ക്. അപ്പം പറഞ്ഞു, ഒന്നും വേണ്ട, ഒരു കട്ടൻ ചായ മതി, ആരും അറിയരുതെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം
പാടത്ത് വരിക. അപ്പം തൊട്ടടുത്തുള്ള നമ്മുടെ കൃഷിയിൽ സഹകരിക്കുന്നവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒക്കെ ഒന്ന് ശരിയാക്കണം, കുറച്ച് കസേരയൊക്കെ എടുക്കണം. അപ്പോൾ അവരൊക്കെ ചോദിച്ചു എന്താണ് മകനെ, എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞേ പരിപാടി ഒന്നുമില്ല, കുറച്ച് ആൾക്കാർ നമ്മുടെ കൃഷി കാണാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാ അന്നൊന്നും ഇത്രയും ഫോണൊന്നും ആരുടെ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ മമ്മൂക്ക 3/4 മണിക്കൂർ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് വന്നയാള് കുറേ 2-3 മണിക്കൂർ ഇരുന്ന് വളരെ എല്ലാവരുമായിട്ടൊക്കെ വളരെ സഹകരിച്ചു, പശുവിനെയൊക്കെ തലോടി. അങ്ങനെ ഭയങ്കരമായിട്ട് മമ്മൂക്ക ഇൻസ്പിറേഷൻ പുള്ളിക്ക് കിട്ടി. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ഉണ്ടാ. പശുവിനെയൊക്കെ പശുവൊക്കെ പുള്ളിയെ കണ്ടപ്പോൾ ഇങ്ങനെ തലയും കൊണ്ട് വരുന്നു. നമുക്ക് അതിൻ്റെ നെറുകയിലൊക്കെ ഇങ്ങനെ തലോടുന്ന ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നാണ്. അത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ആ സെയിം പശുവിനെ തന്നെ ഞങ്ങൾ മമ്മൂക്കയുടെ പാടത്ത് മമ്മൂക്കയ്ക്ക് തന്നെ കൊടുത്തു. ആ പാടം മമ്മൂക്കയുടെ പാടത്ത് 3 പശുക്കളായിരുന്നു, 3-4 പശുക്കളെ നിർത്തിയാണ് ചെയ്തത്. പക്ഷെ 100% മമ്മൂക്കയ്ക്ക് നിർബന്ധമായിരുന്നു അതിൽ വേറെ ആരും ഇടപെടരുതെന്ന്. അതായത് മമ്മൂക്കയും ഞങ്ങളും തമ്മിൽ മാത്രം ഇടപെട്ട് കൃഷി. അത് ഇച്ചിരി പൂന്തൽ കണ്ടങ്ങളാണ് അവിടുത്തെ എന്ന് പറയുമ്പോൾ അത് കുറച്ച് കുഴിഞ്ഞു, നമ്മൾ മെഷീനൊക്കെ ഇറക്കുമ്പോൾ ഇച്ചിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ മമ്മൂക്കയുടെ പാടം കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്ന സമയം എന്ന് പറയുന്നത് ലേറ്റായി. നമ്മളോട് മമ്മൂക്ക ആ ഡിസിഷൻ പറയുമ്പോൾ ലേറ്റായി. പക്ഷെ ഞങ്ങളെല്ലാ ഫോഴ്സും ഞങ്ങളുടെ ചെറുപ്പക്കാരായിട്ടുള്ള ഞങ്ങൾ കുറേ ചെറുപ്പക്കാരെ ആ സമയം കൊണ്ട് കൃഷിയിൽ കൊണ്ടുവന്നു. അവരെല്ലാവരെയും നിരത്തി പാടത്തേക്ക് നിരത്തി വലിയ എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന പോലെ അങ്ങനെ കൊണ്ടുവന്ന് പാടം പെട്ടെന്ന് ഇതായത് ആ പാടം ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം. അത് കെമിക്കൽ ഫാമിങ് അങ്ങനെ ചെയ്ത് അവിടെ ചെയ്തു. ഞങ്ങൾ 17 ഏക്കറിൽ നിന്ന് 24 ടൺ നെല്ല് അന്ന് എടുത്തു. എല്ലാരും പറഞ്ഞു അവിടെ ഒന്നും വിളയില്ല, അത് ഞങ്ങൾ ഇത് രാസവളം ഇടാതെ ഇവിടെ എന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വിളയിച്ചു കൊടുത്തു. 24 ടൺ നെല്ല് നമ്മൾ അന്ന് എടുത്തു. ചേച്ചിക്ക് 3ാമത്തെ കുട്ടി ക്യാരിങ് ആയിരുന്ന സമയത്ത് നല്ല ഭക്ഷണം അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയിലൂടെയാണ് ഓർഗാനിക് ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ ചേച്ചിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇത്ര നമ്മളൊക്കെ അരികളിൽ കുറച്ച് വെറൈറ്റികളൊക്കെയാണ് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്നതും പലചരക്കടയിൽ പോകുമ്പോൾ കാണുന്നതൊക്കെ. ഇത്ര അധികം വെറൈറ്റി അരികൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാമെന്നും ഇത്ര അധികം അരികളുണ്ട് എന്നുള്ളതൊക്കെ ഇതൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനവും നടത്തിയിട്ടില്ല. ഇക്കയാണെങ്കിലും ചേച്ചിയാണെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പരിചയം പോലും ഇല്ലാത്തൊരു സാധാരണക്കാര് എങ്ങനെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി? നമ്മൾ യാത്ര ചെയ്യുകയും കൃഷിയിൽ കൂടുതൽ അറിയുകയും ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ പാടത്ത് തന്നെ ഞങ്ങൾ 17 ഏക്കറിൽ ഏറെയും ചെയ്തത് ചെങ്കഴമയായിരുന്നു. ചെങ്കഴമ എന്ന് പറഞ്ഞാൽ അതൊരു പഴയ നേറ്റീവ് വെറൈറ്റി ആയിരുന്നു, അതാ ചെയ്തത്. പക്ഷെ മമ്മൂക്ക അന്ന് നടാൻ വരുമ്പോൾ ഒരു ചെട്ടിവിരിപ്പ് നെല്ലെന്ന് പറയുന്നത് മമ്മൂക്ക പണ്ട് കൊച്ചിലെ കഴിച്ചാണെന്ന് പറഞ്ഞാൽ അതും കൊണ്ടാണ് വന്നത്. അത് മമ്മൂക്കയ്ക്ക് വേണ്ടി അന്ന് ചെയ്തിരുന്നു, ചെട്ടിവിരിപ്പ് ചെയ്തിരുന്നു. നവര നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതൊക്കെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. നമുക്ക് കുറേയൊക്കെ പറഞ്ഞ പോലെ ഫ്രൂട്ടിൻ്റെയും പിന്നെ ലിമിറ്റ് ചെയ്ത് ആഹാരം കഴിക്കുന്ന ആളാണല്ലോ. അപ്പം അരി നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന നേറ്റീവ് വെറൈറ്റീസ് എല്ലാം അതായത് പ്രത്യുൽപാദന ശേഷിയുള്ള നെല്ലുകൾ അത് റീപ്ലേസ് ചെയ്തു. അപ്പോൾ വന്നപ്പോൾ ആൾക്കാർ കൃഷി എന്നുള്ളത് ഒരു കൾച്ചറിൽ നിന്നും വിട്ടിട്ട് ഈൽഡ് ഉണ്ടാക്കി വിറ്റ് പണമാക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. ആ രീതിയിലോട്ട് കൃഷി വന്നതിനിപ്പോൾ അവർ ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളെയാണ് ആശ്രയിച്ചത്. അന്നേരം നമ്മുടെ ഈ പഴയ വിത്തുകളെയൊക്കെ ഇവർ മാറ്റിക്കളഞ്ഞു. പിന്നെയുള്ള പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ മെക്കനൈസേഷൻ ഫാമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരു പാടം, അതായത് ഇപ്പോൾ എനിക്കൊരു 5 ഏക്കറുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്തൊരു 5 ഏക്കറുണ്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു 10 ഏക്കറുണ്ടെങ്കിൽ ഇതെല്ലാം കൊയ്യാൻ ഒരു സമയത്തൊരു വണ്ടി വന്നാലേ നടക്കുള്ള അവസ്ഥ വന്നപ്പം എന്ത് ചെയ്തു, എല്ലാവരും ഒരേപോലത്തെ വിത്തിടാൻ തുടങ്ങി. അത് വിൽക്കാൻ വേണ്ടി മാത്രമാണ്. ഇവരാരും ഇതിൽ നിന്ന് ഒരു മണി അരി എടുത്ത് കഴിക്കില്ല. അരി അതുപോലെ കെമിക്കൽ ആൻഡ് പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ അതിലെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പഴയ നെല്ലുകൾ, ഇപ്പോൾ ചില നെല്ലുകളുണ്ട് അതൊക്കെ നമുക്ക് ഒരാൾ പൊക്കത്തിൽ ഒരു ആന നിന്നാൽ അറിയാത്ത തരം നെല്ല് വരെ ഉണ്ടായിരുന്നു. ഒരു ആന നെല്ല് വളർത്തുന്നതിൻ്റെ പിന്നിൽ നിന്നാൽ പോലും കാട്ടിയാനം എന്ന് പറയുന്ന നെല്ല് തമിഴ്നാട്ടിൽ ചെയ്യുന്ന ആ അരി പറയുന്ന അങ്ങനെയാണ്. ആന നിന്നാൽ അത് അറിയില്ല എന്നാണ് പറയുന്നത്. കാട്ടിയാനം എന്നുള്ള പേര് അതിനാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി മൊത്തം എത്ര എണ്ണത്തിൽ പറയുകയാണെങ്കിൽ എത്ര വെറൈറ്റി? നമ്മുടെ കയ്യിൽ 75 വെറൈറ്റി റൈസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് ഏതാണ്? ഓരോ ആവശ്യത്തിനും ഓരോ നെല്ലുണ്ട്. ഇപ്പം നവര നമുക്ക് മെഡിസിനലി നമ്മുടെ കേരളത്തിൽ അധികം പറയുന്ന അരി എന്ന് പറയുന്ന രക്തശാലിയും നവരയുമാണ്. അപ്പൊ ഈ രക്തശാലി എന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഫാം ചെയ്ത് കഴിച്ചിരുന്നതാണ്.
അത് മറ്റു ആൾക്കാർക്ക് കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ രക്തശാലി ഇപ്പോൾ അവൈലബിൾ ആണ്, നല്ല വിലയുണ്ട്. 500 രൂപ 600 രൂപയൊക്കെ 1 കിലോയ്ക്ക് വില വരുന്നുണ്ട് രക്തശാലിക്ക്. അത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി കഴിക്കാം. പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഒരു ഹെൽത്തി ബ്ലഡ് ഫ്ലോ, നമുക്കിങ്ങനെ രക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് രക്തശാലി നല്ലതാണ്. ന്യൂറോ ആയിട്ടുള്ള പ്രോബ്ലത്തിനെല്ലാം നമുക്ക് നവര കഴിക്കാം. പിന്നെ ഇപ്പം നമ്മുടെ ഈ കുള്ളകർ റൈസ് എന്നൊക്കെ പറയും, തമിഴ്നാട് വേരിയൻ്റ് റൈസസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പെൽവിക് ബോൺ സ്ട്രെങ്തൻ വരുത്തുന്ന അരിയുണ്ട്. അതുകൊണ്ട് ഈ ഫോളിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള അരിയുണ്ട്, ലാക്ടേറ്റിംഗ് മദറിന് അരിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇവിടെ, ആർക്കും അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അതെ, ഇങ്ങനെ ഓരോന്നിനും ഉണ്ട്, വ്യത്യസ്തപ്പെട്ട രീതിയിൽ അരികളുണ്ടോ? ന്യൂറോ ഡിസീസ്, ഇപ്പം ന്യൂറോ ഇതായിട്ട് എഴുന്നേക്കാം, പാരലൈസ്ഡ് ആയവർക്ക് കഴിക്കാൻ അരിയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഇങ്ങനെ ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്ത രീതിയിലുള്ള റൈസുകൾ വരുന്നില്ല? പ്രത്യേകിച്ച് കേരളത്തിൽ ഭക്ഷണം എന്ന് പറയുന്നതിന് പ്രയോറിറ്റി ഇല്ല. കേരളത്തിലുള്ളവർക്ക് കുറച്ചൊക്കെ ഭ്രമമുള്ളവരാണ്. അത് ഭക്ഷണത്തിനോട് ഭ്രമം എന്നല്ല, ഭക്ഷണത്തിനോട് വേറൊരു മെൻറ്റാലിറ്റിയാണ്. ഒക്കെ കഴിച്ച് പരിചയിക്കുക, പുതിയതെന്ത് വന്നാലും ഓടിപ്പോയി കഴിക്കണം, അത് നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതെ. പിന്നെ പക്ഷേ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രയോറിറ്റിയിലില്ല നമുക്ക്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾ ഭക്ഷണമാണ് മരുന്നെന്ന് കരുതി ജീവിക്കുന്നവരാണ്. അവിടെ ഇപ്പോഴും ഈ വെറൈറ്റി എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ മാക്സിമം എന്നാൽ എനിക്ക് പാലക്കാട്ടുള്ള ഫാമേഴ്സ് കൂടി വന്നാൽ തവളക്കണ്ണം ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ജ്യോതി ചെയ്യുമായിരിക്കും. ജ്യോതിയൊക്കെ പുതിയ വേരിയൻ്റ് തന്നെയാണ്. പിന്നെ ഈ ചിലർ തവളക്കണ്ണം ചെയ്യും, ചിലർ പൂങ്കാറ് ചെയ്യും, 60 ജീര ചെയ്യും ചിലർ. അപ്പോൾ ഇത് കുറച്ച് പേരൊക്കെ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഈൽഡ് കുറവാണ്. നവരയാണെങ്കിലും ഈൽഡ് കുറവാണ്, രക്തശാലിക്ക് ഈൽഡ് കുറവാണ്. ഈൽഡ് കുറവുള്ളതിന് കയറി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ്? കാര്യം ഇതെന്തായാലും വിൽക്കാനാണ്. പിന്നെ ഒരു വീട്ടിൽ 2 or 3 പേരേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെ കൊണ്ടുവച്ചാൽ ആർക്കും വേണ്ട. അപ്പം കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതശൈലി കേരളത്തിൽ നിന്നും ഏകദേശം അപ്രത്യക്ഷമായിട്ടുണ്ട്. പിന്നെ ഇതിനെ നിലനിർത്തണമെന്നുള്ള കുറച്ച് പേരൊക്കെ ഇത് ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും എല്ലാം ഇപ്പോഴും, തമിഴ്നാടാണ് ഞാൻ അതിൽ ഭയങ്കര, അതൊരു ചിട്ടയായി കൊണ്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. ഇപ്പോഴും അവർക്ക് കൃഷിയെന്ന് പറയുന്നത് അവർക്ക് എന്തോ ഒരു ദൈവികമായ ഒരു കാര്യമായിട്ട്, അവരുടെ കൾച്ചറിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് അവരതിനെ കാണുന്നുണ്ട്, അവരത് ചെയ്യുന്നുമുണ്ട്. ഈ പറയുന്ന എല്ലാ വെറൈറ്റി റൈസും അവരവിടെ കഴിക്കുന്നുമുണ്ട്. ഓക്കെ. ഇപ്പോൾ ചേച്ചി ഇത്രയും 75ഓളം വെറൈറ്റി നെല്ലുകളുണ്ട്, ഓരോന്നിനും ഓരോന്നുണ്ടെന്നെല്ലാം പറഞ്ഞു. ചേച്ചി തന്നെ ഇതൊക്കെ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ ഫാമിംഗ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചി ഒരു കാലത്ത്, അതായത് നമ്മുടെ ഫ്ലഡ് ഒക്കെ വന്ന ആ ഒരു സമയം 18 അല്ലെങ്കിൽ 18, ആ സമയത്തൊക്കെ ചേച്ചി ഇത് ഒരുപാട് വിൽക്കുന്നുണ്ടായിരുന്നു, പലർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് എവിടുന്നോ കുറച്ച് പേര് ചേച്ചിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ പേരുകൾ, അന്ന് എന്തായിരുന്നു ആക്ച്വലി സംഭവിച്ചത്? ഇതെല്ലാം ചേച്ചി തുടങ്ങിയതെല്ലാം പാടെ ഉപേക്ഷിച്ചിട്ടിട്ട് ചേച്ചി അങ്ങ് നിർത്തിക്കളഞ്ഞു. 2018 ഫ്ലഡാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. 2018 ഫ്ലഡിൽ നമുക്ക് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി നമുക്ക് ഈ ഭൂമി തരുന്നവരാരും തന്നെ നമുക്ക് കരാറ് തരില്ല, പാട്ടക്കരാറ് തരില്ല. ആ വ്യവസ്ഥ ഇപ്പോഴും ഇല്ല. കാര്യം എപ്പോഴെങ്കിലും ഒരു നിയമം വന്നാൽ വേണേൽ കൃഷി ചെയ്യുന്ന ആൾക്ക് കൃഷിഭൂമി കൊടുക്കാൻ പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിലായി പോയില്ലേ. അപ്പം നമുക്ക് പാട്ടക്കരാറ് തരില്ല. നമ്മൾ സുപ്രീം കോടതി ജഡ്ജിയുടെ വരെ സ്ഥലം കൃഷി ചെയ്തിട്ടുണ്ട്, ആരും തന്നിട്ടില്ല പാട്ടക്കരാറ്. അപ്പം നമ്മൾ ആ ഫ്ലഡിൽ നമ്മൾ തകർന്നു പോയി. ഈ തകർന്നതിൽ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്താൻ ആരും വന്നില്ല. തകർന്നതെന്ന് പറയുമ്പോൾ 270 ഏക്കർ പാടം തകർന്നു, 2-3 ടൺ പ്രോസസ്ഡ് അരി പോയി, പിന്നെ നമ്മുടെ നെല്ലല്ലാതെയും പോയി, നെല്ല് ഒരുപാടുണ്ടായിരുന്നതും പോയി. അപ്പം ഇതെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലായി. അപ്പോൾ അന്ന് സെലിബ്രിറ്റീസിൽ എത്ര പേര് നമ്മുടെ അരി കഴിക്കുന്ന, ഒരാളും വിളിച്ച് ചോദിച്ചൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒന്നൊന്നും ചോദിച്ചില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് പറയും, ഇവരൊക്കെ പണ്ട് നമ്മുടെ അടുത്തൊക്കെ പരിചയപ്പെട്ട അരിയൊക്കെ മേടിക്കുന്ന സമയത്ത് 2 ലിറ്റർ അല്ല 2 തുള്ളി മൂത്രം കൂടുതലുമായ വിളിച്ചു ചോദിക്കാതെ ഞങ്ങൾ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇങ്ങനെ ഒരു ഇതുണ്ട്, കുഴപ്പമുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ ഇപ്പോഴത്തേക്ക് വലിയ സെലിബ്രിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളൊന്നും അറിയുന്ന പോലും ഇല്ല എന്നുള്ള നിലയുണ്ട്. ഞാൻ എത്രയോ പേർക്ക് ഇപ്പം നമ്മുടെ അരി കഴിച്ചത് ഞാൻ പറയാം, നയൻതാര കൊണ്ടുപോയിട്ടുണ്ട് അരി. നിഴൽ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ നയൻതാരയുടെ വണ്ടി വന്ന് നയൻതാര ഫ്ലൈറ്റിൽ പോയിട്ട് നമ്മുടെ അരി പുറകെ അരിയും മറ്റു സാധനങ്ങളും കൊടുത്തു വിടുമായിരുന്നു. ജ്യോതിക കൊണ്ടുപോയിട്ടുണ്ട്, ഇവിടെ മറ്റേ മമ്മൂക്കായിട്ടുള്ള സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ജ്യോതികയ്ക്ക് പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. നവ്യ കസ്റ്റമറായിരുന്നു, ജോജു കസ്റ്റമറായിരുന്നു, മാർട്ടിൻ കസ്റ്റമറാണ്, ചാക്കോച്ചൻ കസ്റ്റമറായിരുന്നു, നിവിൻ പോളി കസ്റ്റമറായിരുന്നു, ധ്യാനിൻ്റെയും
വിനീതിൻ്റെയും കുട്ടികളൊക്കെ പ്രസവിച്ച സമയത്തൊക്കെ വിമല ചേച്ചി എന്നെ വിളിച്ചിട്ട് ഞാൻ അവരോട് സംസാരിച്ച് ഭക്ഷണക്രമമൊക്കെ ചിട്ടപ്പെടുത്തി കൊടുത്തേ. നിവിൻ്റെ വൈഫ് 2ാമത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ പാലക്കാട് നിന്ന് വരെ മുരിങ്ങയില കൊണ്ട് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും പ്രശ്നത്തിലാണ്, എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നത്, ആരെയും കുറ്റമില്ല. എനിക്കിപ്പോഴും സന്തോഷമുള്ളൂ. ഈ റീസെൻ്റ്ലിയും നവിയൊക്കെ നമ്മുടെ അരി മേടിച്ച് കഴിക്കുമായിരുന്നു. നവിയുടെ അമ്മ കടയിൽ വരുമായിരുന്നു. അത് അവരുടെ ആവശ്യമല്ലേ. ഞാൻ എല്ലാവരും എൻ്റെ ഉൽപ്പന്നം മേടിക്കുന്ന പോലെ തന്നെ അവരും മേടിച്ചു. പക്ഷെ അവർ സെലിബ്രിറ്റികളായതുകൊണ്ട് ഞാൻ എവിടെയും നയൻതാര അരി മേടിച്ചിട്ടുണ്ടെന്നും ജ്യോതിക നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ടായിരിക്കും പറയുന്നത്. ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഇവരൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് കഴിക്കുമായിരുന്നു നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ വി എസ് ഒരിക്കൽ വരുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വി എസിൻ്റെ ആ പാചക രീതിയിൽ ഒത്ത ഒരാളെ ഞാനുള്ളത് ആലുവ പാലസിൽ കണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒക്കെ ശരി തന്നെ. പക്ഷേ ആ 18 കഴിഞ്ഞപ്പം നമുക്ക് കൃഷി മടുത്തു. കാര്യം ഇതിൽ നിന്നും ഞങ്ങൾക്ക് സന്തോഷത്തെക്കാളേറെ സങ്കടങ്ങളാണ് കിട്ടിയത്. എന്നാൽ നമ്മളൊരു ലൈം ലൈറ്റിൽ നിന്നു. അതെന്തുകൊണ്ടാണ്? മമ്മൂക്കയുടെ ഫാമിങ്, ശ്രീനിയേട്ടൻ്റെ ഫാമിങ്, പിന്നെ മാത്രമല്ല നമ്മുടെ ജീവിത രീതി. മക്കളെ സ്കൂളിൽ വിട്ടിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണത്? 4 കുട്ടികളാണ്, 4 കുട്ടികളും സ്കൂളിൽ പോയിട്ടില്ലേ? ഇല്ല, 4 പേരിൽ ഒട്ടും സ്കൂളിൽ പോകാത്ത മൂത്ത മോനാ നോനു. നോനു ഇപ്പൊ ദുബായിൽ ഒരു LLC അക്കൗണ്ടന്റ് ആണ്. അപ്പൊ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ അവന് പണി അറിയാം, സ്കില്ലുണ്ടല്ലോ. സ്കില്ല് നമ്മുടെ കൂടെ നിന്ന് ഇതൊക്കെ ചെയ്ത് എല്ലായിടത്തും സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അല്ല, നമ്മുടെ ദുബായിലൊക്കെ ഇപ്പൊ ആൾക്കാരെ നോക്കുന്നതിനാ പറയാം, പണി അറിയാവുന്ന നോക്കുന്നത്. എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളായാലും ഇവനൊരു കസേര പിടിച്ച് ഇരുത്തി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പണി ചെയ്യുമെന്ന് നോക്കും. അവൻ അസലായിട്ട് പണി ചെയ്യുന്നുണ്ട്, ശമ്പളം കൊടുക്കാൻ അവർ തയ്യാറാണ്, അവർക്ക് പണി മതി. അതുകൊണ്ട് അവൻ മാത്രമാണ് ഒട്ടും സ്കൂളിൻ്റെ പടിവാതിൽ കണ്ടിട്ടില്ല. പക്ഷേ 10ാം ക്ലാസ് നാഷണൽ ഓപ്പൺ സ്കൂളിൽ എഴുതിയെടുത്തു. അങ്ങനെ അവനിപ്പോൾ ദുബായിൽ ജോലിയായിട്ട് 5-6 മാസമായി. എന്തുകൊണ്ടാണ് കുട്ടികളെ സ്കൂളിൽ വിടാത്തത്? അതിന്റെ പിന്നിൽ അന്ന് എന്താ ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും അടങ്ങിയിരിക്കേണ്ടവരല്ലല്ലോ. ഓക്കെ, കുട്ടികൾ സ്കൂളിലോട്ട് പോകുമ്പോൾ നടന്നു പോകുന്ന പിള്ളേർ സ്കൂൾ വിട്ട് കഴിഞ്ഞാലേ ഒരു 10 വർഷമായിട്ട് വീട്ടിൽ കാണാത്ത പോലെയല്ലേ തിരിച്ചോടുന്നത്. രാവിലെ അവരവിടെ നിന്നല്ലേ വന്നത്, തിരിച്ചോടുന്ന വേണ്ട, ടീച്ചർമാരെയും കൂടെ തട്ടിയിട്ടിട്ടായിരിക്കും പിള്ളേർ ഓടുന്നത്. അവർക്ക് അടങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല. ബേസിക്കലി ചൈൽഡ്ഹുഡിൽ നമ്മളിങ്ങനെ എല്ലാം നമുക്ക് തലയിലേക്ക് കയറാൻ പറ്റുന്ന, നമുക്കെല്ലാം അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ചൈൽഡ്ഹുഡ്. നമ്മൾ അന്നേരം അവരെ പിടിച്ച് 3 വയസ്സ് തൊട്ട് അവിടെ ഇരുത്തുക. അവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ലല്ലോ അവിടെ ഇരിക്കുന്നേ. സ്കൂളിൽ അപ്പം ഞങ്ങളുടെ മക്കളെ കാണുമ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾക്ക് എന്ത് സുഖമാണ്, ഞങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒന്ന് പറയാമോ, ഞങ്ങളെയും കൂടെ സ്കൂളിൽ എന്ന് പറയാതെ. അപ്പം ഇവരന്ന് സ്കൂളിൽ പോകണില്ല. അപ്പം ഇവർ ഞങ്ങളുടെ കൂടെ പാടത്ത് വരിക, കൃഷി ചെയ്യുക. ഇവർക്ക് ഏത് നെല്ല് എവിടെ, ഇപ്പം വയനാട്ടിൽ നമ്മുടെ നെല്ല് എത്ര നാൾ എടുക്കും, പാലക്കാട്ടെ നമ്മുടെ നെല്ല് എത്ര നാളെടുക്കും. പാലക്കാട് മണൽ കണ്ടങ്ങളാണ്, ഇവിടെ പൂന്തൽ കണ്ടങ്ങളാണ്. വയനാട്ടിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ അവർക്കറിയാം. അവർ അരി പാക്ക് ചെയ്യുന്നതും എല്ലാം. അപ്പം നമ്മൾ അരി പൊടിപ്പിക്കുമ്പോൾ പോലും ഈ ഒരു അരി പൊടിക്കാൻ നമുക്കറിയാം, ഇന്ന അരിയിൽ ചെയ്താലേ അത് ഇടിയപ്പത്തിന് നന്നാവുള്ളൂ, ഇന്ന അരി ചെയ്താലേ അത് പത്തിരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. ഇവർക്ക് ഇതൊക്കെ അറിയാം. അവല് പേറ്റാൻ അറിയാം, അരി പേറ്റാനും ഒക്കെ അവർക്കറിയായിരുന്നു. പഠിത്തം എന്ന് പറയുന്നത് സ്കൂളിൽ മാത്രം കിട്ടുന്ന അല്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇവരെ പ്രകൃതിയോട് ഇണക്കി പഠിപ്പിച്ചു. അത് ചേച്ചിയുടെ ഡിസിഷൻ ആയിരുന്നു, ഹസ്ബൻഡിന്റെ ഡിസിഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിക്കും അത് കേട്ടപ്പോൾ ഒരു വിയോജിപ്പും തോന്നി. ആദ്യമൊക്കെ ഞാൻ ഓർത്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ പുള്ളിയുടെ ഫോളോവർ ആയിരുന്നു ഞാൻ, ഭാര്യയെന്നൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി പറയുന്നത് എനിക്ക് നല്ല വേദവാക്യമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നും വന്നിട്ടില്ല, എല്ലാം നന്നായേ ഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അന്നേരം നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഇവരൊക്കെ കണക്കറിയാം, എല്ലാം അറിയാം ഇവർക്ക്. ഇവർ ഈ ഒരുപാട് മനുഷ്യരുമായിട്ട് ഇടപഴകി. ഇവർക്ക് മേ ബി ഇവരുടെ പ്രായത്തിലുള്ളവരുമായിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കും. കാര്യം നമ്മുടെ വീട്ടിൽ എപ്പോഴും ആളുണ്ടാവും, ഭക്ഷണം കഴിക്കാൻ ആളുണ്ടാവും, ചർച്ചകൾക്ക് ആളുണ്ടാവും, എന്നും ആളുണ്ടാവും. നമ്മുടെ വീട്ടിൽ നിറയെ ആൾക്കാരുണ്ടാവും. വളരെ പ്രശസ്ത കുമാർ സാറൊക്കെ വീട്ടിൽ വരുമായിരുന്നു, നമ്മുടെ എസ് കുമാർ സാറൊക്കെ വീട്ടിൽ വരുമായിരുന്നു. സിനിമ പാലക്കാട് ഷൂട്ടൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം വരും, നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും അങ്ങനെ ആരെങ്കിലുമൊക്കെ കലാകാരന്മാരും ഒക്കെ വരും. പക്ഷെ അവർക്ക് അവരുടെ ബാല്യം കുട്ടികളുടെ കൂടെ തന്നെ കളിച്ച് വളരണ്ടേ. അവരുടെ സമപ്രായക്കാരുടെ കൂടെ അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ അതൊക്കെ കൊടുത്തു. നമ്മുടെ അന്ന് പാലക്കാടായിരിക്കുമ്പോൾ ഒട്ടുമിക്ക പിള്ളേരും നമ്മുടെ വീട്ടിലായിരുന്നു കളിക്കാൻ വരുന്നത്. വലിയൊരു കളവായിരുന്നു അത്. അപ്പോൾ അവർക്ക് ആ സമയത്ത് അവരെയൊക്കെ കൂട്ടുകിട്ടിയിട്ടുണ്ട്. പിന്നെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കളിക്കും. പിന്നെ യാത്രയാണ്, മെയിൻലി യാത്രയാണ് എല്ലായിടും. ഇപ്പോൾ മൈസൂർ പാലസ് ഒക്കെ കൊണ്ട് കാണിച്ചത് എന്താ രാജാവ് രാജകൊട്ടാരം എന്നൊക്കെ ചോദിച്ചപ്പോൾ അതുകൊണ്ട് കാണിച്ചു. നമ്മൾ മൈസൂർ പോയി, മൈസൂർ ഫാമുകൾ കൊണ്ട് കാണിച്ചു. അപ്പം ഇവരുടെ പഠനം എന്ന് പറയുന്നത് നിറയെ അനുഭവങ്ങളിലൂടെയായിരുന്നു. അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ചു എല്ലാം.
അങ്ങനെ ഇരിക്കുമ്പോൾ 2018 നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർത്ത് പ്രളയം വന്നു. 2019 ഞാൻ ദുബായിലെത്തി അവിടെ ഒരു ക്വാളിറ്റി കൺട്രോളറായിട്ട് ഒരിടത്ത് കയറുന്നു. എനിക്ക് അതിനോട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. ഞാനൊരു ബ്രാൻഡ് തുടങ്ങുന്നു. വേറെ സഹായങ്ങളോടുകൂടി എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാ സഹായത്തോടെ ബ്രാൻഡ് തുടങ്ങുന്നു. ആ ബ്രാൻഡിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നാട്ടിൽ വരുന്നു. കോവിഡിൽ പെടുന്നു. അന്നേരം ഞാൻ ഏറ്റവും ചെറിയ മോനെ ഒന്നിച്ചേർത്തു ഇവിടെ ഒരു അടുത്തൊരു ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ട്. അതപ്പോൾ എന്തുകൊണ്ടായിരുന്നു? അപ്പം ഞാൻ ഓർത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനി എൻ്റെ കൃഷി ജീവിതവും ഈ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതമൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചല്ലോ. ഇനി ഇതില്ല. ഞാൻ അങ്ങ് ഡിസൈഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവനെ ഇനി എവിടെയെങ്കിലും കൊണ്ട് ഇനി ചേർക്കണമെങ്കിൽ ഒരു TC എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെയാണ് ഞാൻ അവനെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഇഷ്ടമായിരുന്നു പോകാൻ. അവിടെ കളിയേ ഉള്ളൂ, പഠിത്തം ഇല്ലായിരുന്നു. അപ്പോൾ കോവിഡ് വന്നു, അതും ക്ലോസായി. അന്നേരം ഞാൻ അവിടെ ഒരു HM ഉണ്ടായിരുന്നു. അപ്പോൾ HMനോട് ഞാൻ ചോദിച്ചു, ടീച്ചറെ എൻ്റെ പിള്ളേരൊന്നും സ്കൂളിൽ പോയിട്ടില്ല, പക്ഷെ അവർക്ക് ഇച്ചിരി കൂട്ടുകാരും പഠിക്കണമെന്നൊക്കെ ഒരു മോഹമുണ്ട്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഷോ എൻ്റെ ബിജി ഇവർക്ക് എഴുത്തും വായനയൊക്കെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അവർക്ക് ഒന്നും അറിയില്ല, അവർക്ക് കൃഷി അറിയാം, പിന്നെ അവർക്ക് പല പല കളികളറിയാം, ഇതൊക്കെയുള്ളൂ, എല്ലാ കഷ്ടിപുഷ്ടിയൊക്കെ വായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു, താനെന്നാ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇച്ചിരി വിശ്വാസമൊക്കെ ബിജിയിലുണ്ട്, എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കണം കേട്ടോ എന്ന്. അത് ഞാൻ ജയിപ്പിച്ചെടുത്തോളാം. അങ്ങനെ ഒരാളെ 9ൻ്റെ അവസാനം എന്നുള്ള നിലയ്ക്ക്, ഒരാളെ 8ൻ്റെ അവസാന നിലയ്ക്ക് ഇങ്ങനെ അങ്ങ് ചേർത്തു. അപ്പം അത് ക്ലാസ് പ്രായം നോക്കി അങ്ങ് കയറ്റി. അപ്പോൾ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് ടീച്ചർ പറഞ്ഞു, ഇനിയിപ്പോൾ ബിജിക്കാണ് ഉത്തരവാദിത്വം മുഴുവൻ. ഇല്ല, എനിക്ക് നാണക്കേടാവും, എൻ്റെ സ്വന്തം ഡിസിഷനാണ്. DO എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം എൽസമ്മ ടീച്ചറിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ ശരിക്കും എൻ്റെ ഒരു മോളെ 9 ഞാൻ സ്കൂളിൽ വിടണ്ടെന്ന് വെച്ചു. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇവൾ ഒരിക്കലും പഠനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ വേറൊരുത്തെയാണ് എപ്പോഴും പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവളെ ഇവളെ വിടണ്ടെന്ന് വെച്ചു. അപ്പോൾ അവൾ ഒരു ദിവസം ഒരു മറയിൽ നിന്ന് കഥകിൻ്റെ ഇടയിൽ നിന്നാണ് ചോദിക്കുന്നത്, എന്നെ സ്കൂളിൽ വിടുമോയെന്ന് ചോദിച്ചു. അത് നിനക്ക് പോകണോ, എന്നാൽ പോയിക്കോ എന്ന്. അങ്ങനെ 15 വയസ്സിൽ ആദ്യം സ്കൂളിൽ പോയി. ഒരാൾ 13 വയസ്സിലും സ്കൂളിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഹിന്ദിക്ക് മാത്രമേ സ്കൂൾ ലോകം കണ്ടിട്ടില്ല, അവൻ പഠിച്ചിട്ടുമില്ല, അപ്പൊ പഠിക്കുന്നുമില്ല. അവൻ പക്ഷെ എല്ലാം വായിക്കും. അവനൊരു ദിവസം 8 വയസ്സുള്ളപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അവൻ 2 ദിവസം എന്തൊക്കെയോ കാണിച്ചു. 3-ാമത്തെ ദിവസം തൊട്ട് അവൻ പത്രം വായിക്കാൻ തുടങ്ങി. അവൻ തന്നെ വായിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അവനെ. പക്ഷെ ചില അക്ഷരങ്ങൾ TV-യിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി കാണിക്കുമല്ലോ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അവൻ അങ്ങനെയാണ് വായന തുടങ്ങുന്നത്. പക്ഷെ ആ ഒരു രീതിയൊന്നും ഇവർക്ക് വന്നില്ല, ഇവർക്ക് വായനയോടൊന്നും താല്പര്യം വന്നില്ല. അങ്ങനെ ഞാൻ ഇവളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് അവിടുത്തെ ഈ മൂത്തവൾ എന്ത് പഠിക്കും ദൈവമേ. മറ്റവൾ ഭയങ്കര ഉഷാറ് കാണിക്കുന്നുണ്ട്, അവിടെ ആയിരിക്കുമ്പോൾ ഇച്ചിരി ഡാൻസൊക്കെ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്, പാട്ടൊക്കെ പാടും നന്നായിട്ട്. പക്ഷേ ഇവൾ ഞെട്ടിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിൽ ഹിന്ദിക്കൊഴി എല്ലാത്തിനും A+ മേടിച്ച് ജയിച്ചു. ഒരു ഹിന്ദിക്കകത്ത് ട്യൂഷനും ഇല്ലായിരുന്നു, ഒന്നിനും വിട്ടിട്ടില്ല, അവൾ തന്നെയാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്കറിയാവുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു, ബിജി നമുക്കിതൊരു വാർത്തയാക്കണം, കാര്യം ഇത് ദൂരെ സ്കൂളിൽ. അപ്പം അന്ന് മീഡിയ 1ഉം മനോരമ എല്ലാം വന്ന് വാർത്തയാക്കി. നമ്മളെയൊക്കെ ഇവരുമായിട്ട് സൗഹൃദം ഉണ്ടല്ലോ, ഇവരുമാക്കി കൃഷി മേഖലയിൽ നിന്ന്. പിന്നെ ഞാൻ വീട്ടിൽ പ്രസവിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇവർ വീട്ടിൽ വന്ന് വാർത്തയാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് ഇതുപോലെ Club FM നമ്മുടെ ട്വിങ്കിള് വിളിച്ചിട്ട് അതൊരു ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ ട്വിങ്കിള് ചോദിച്ചു, മോളെ ഇതെങ്ങനെ പഠിച്ചു? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊരു ഡയഗ്രാം ഉണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ആ ഡയഗ്രാം മനസ്സിൽ വരച്ചു വെച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ കണക്ക് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറയുമായിരുന്നു, ഈടാ ഈ 9 വരെ പഠിച്ചതിനെപ്പം എന്നെ കണക്ക് പഠിപ്പിക്കാൻ എനിക്ക് വേണം, ഇവളിത് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയ എന്നാന്ന് ചോദിച്ചാൽ, ഈ കഴിവുകളൊന്നും ഒരു കുട്ടിക്ക് സ്കൂളിൽ എടുക്കേണ്ടി വരുന്നില്ല. കാര്യം അവരൊരു പാറ്റേണിൽ പഠിച്ചു പോകുമല്ലേ, അവൻ്റെ ഒരു പാറ്റേൺ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ടീച്ചർ പഠിപ്പിക്കുന്നു, ആ പാറ്റേണിൽ നമ്മൾ പഠിക്കുന്നു. പക്ഷെ നമ്മൾ പറയില്ലേ, ബേസിക്സ് എല്ലാം അറിഞ്ഞിരിക്കണം, ബേസിക്സ് പഠിച്ചാലാണ് ഓരോ ക്ലാസ്സും അതനുസരിച്ചാണല്ലോ നമ്മുടെ കരിക്കുലം പോണതൊക്കെ. അപ്പോൾ ഈ വിത്തൗട്ട് ബേസിക്സോ ഇങ്ങനെ നോളജോ ഒരു ട്യൂഷനോ ഒരു സപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് 9ാം ക്ലാസ്സിൽ അക്കാഡമിക്സ് ആ കരിക്കുലം എടുത്ത് കാണിച്ചപ്പോൾ ആ കുട്ടിയുടെ ഗ്രാസ്പിംഗ് പവർ, ആ കുട്ടി എങ്ങനെ അതെല്ലാം മനസ്സിലാക്കിയെടുത്തു? അവള് കുറച്ച് സ്പെഷ്യലാണ്. അവള് ഈ വരയ്ക്കാനൊക്കെ തന്നെയാണ് പഠിച്ചത്. അവൾ എൻ്റെ സാരിയൊക്കെ പെയിൻറ്റ് ചെയ്യും, നന്നായി പെയിൻറ്റ് ചെയ്യും പുള്ളിക്കാരത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഇവർ ഫ്രീ ആയിരുന്നു രമ്യ. അതാണ് എനിക്ക് മനസ്സിലായത്. എന്നാന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ കുറച്ച് പ്രഷർ കൊടുക്കില്ല നമ്മൾ, അത് പഠിക്കണം ഇത് പഠിക്കണം, അങ്ങനെ ഒരു പ്രഷറും ഇവർക്കില്ല. ഇവർ ബ്ലാങ്ക് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ഇവർക്ക് ഇതിനെ ഒരു ഇവരുടേതായ രീതിയിൽ എടുക്കാവുന്ന ഒരു പ്രായത്തിലും അതൊരാവശ്യമെന്ന് തോന്നിയ സമയത്തുമാണ് അവർ പഠിക്കാൻ പോയത്. അപ്പം അത് അവരുടെ ആവശ്യമാണ് പഠിച്ചെടുക്കുക എന്നുള്ളത്, അതാണ്. പിന്നെ ഇപ്പം അനിയത്തിയുടെ മോള് 10ാം ക്ലാസ്സിലെ NCERT മാത്സിൽ അവളെ ട്യൂഷൻ എടുക്കുന്നത്.
10ാം ക്ലാസ്സിലെ NCERT സിലബസിന് ഇവളാണ് ഇപ്പോൾ ട്യൂഷൻ എടുക്കുക. ഇപ്പോൾ ദുബായിൽ അനിയത്തിയുടെ മോളെയൊക്കെ 9ലെയും 10ലെയും കണക്കൊക്കെ ഫിസിക്സൊക്കെ അവളാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം ആർക്കിടെക്ചർ ഫസ്റ്റ് ഇയർ ആണ്, ഗവൺമെൻറ് വിമൻസ് കോളേജിൽ ക്ലാസ്സിൽ ഫസ്റ്റാണ്. മാർക്ക് വൈസ് പറഞ്ഞാൽ നമ്മളതൊരു കേൾക്കുമ്പോൾ ആർക്കും തോന്നണ്ട അതൊരു വലിയ ഇതായതായിട്ട് വരുന്നതല്ല. പക്ഷേ ഇതൊക്കെ കുട്ടികളിൽ സഹജമായ കഴിവുകളാണ്, അവർക്കുള്ള കഴിവുകളാണ്. രണ്ടാമത്തെ മോളും 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എത്രയും വേഗം വരുമാനം ഉണ്ടാക്കാനുള്ള വഴി നോക്കണമല്ലോ. അപ്പം പോളിടെക്നിക്കിൽ പൊക്കോളാം, ഒരു ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്. അപ്പോൾ അവളുടെ ക്ലാസ്സിലും 2 സെമസ്റ്ററിലും അവൾ പാസ്സായിട്ടുണ്ട്. 3ാമത്തെ സെമസ്റ്ററും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ചെറിയ മോനും പോകുന്നുണ്ട്, ആരും പഠിക്കാൻ പറയേണ്ട, ആവശ്യമുണ്ടെങ്കിൽ പഠിക്കും, അത്യാവശ്യം പോകും. അപ്പോൾ അതൊക്കെ അവരുടെ ആവശ്യമാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഞാനൊന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല, കുറേ അറിവുകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുണ്ട്. സമ്പത്ത് ഉണ്ടാക്കി ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ പൈസ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലവും കൂടെ സപ്പോർട്ട് ചെയ്യും, അത് കഴിയുമ്പം നിങ്ങൾ ജീവിച്ചോണം. അപ്പോൾ അവർക്ക് അവരുടെ പഠിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, വരുമാനം ഉണ്ടാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, അവർ പഠിച്ചു. അവർ ആരുടെയാ മക്കൾ, അതുകൊണ്ടാണ് അവർ ഇത്ര ബ്രില്യൻ്റ് ആയ 4 കുട്ടികൾ ഒരു പഠിപ്പില്ലാണ്ട് പെട്ടെന്ന് ഒരു വലിയ സംഭവം കൊടുത്ത് പോലും അവർ ഇത്ര ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണത് ജസ്റ്റ് ബിക്കോസ് അത് ചേച്ചിയും ചേട്ടൻ്റെയും ജീവിതത്തിലെ അവർക്ക് പ്രതീക്ഷ മങ്ങിയൊരു സമയമുണ്ട്. അതായത് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒന്നും അല്ലാതായി തീർന്നില്ലേ രമ്യ ഒരു സമയത്ത്. കാര്യം ഈ കൃഷിയെല്ലാം ഇങ്ങനെ ചെയ്ത് വീട്ടിൽ നിറയെ ആളും പേരും നെല്ലും ഒക്കെ ആയിരിക്കുന്നിടത്താണ് ഞാൻ തകർന്ന് ഈ പ്രളയം ചെയ്ത ഒരു പണി ചെറിയ പണിയല്ല. അപ്പം അവർക്ക് തന്നെ പിന്നെ ഇനി എങ്ങനെ നമ്മൾ അമ്മയോടൊപ്പം ശരിക്കും എല്ലാവരും എന്നോട് പറയും 4 മക്കളെ നോക്കിയെന്നല്ല, അവരെന്നെയാണ് നോക്കിയത്. ആക്ച്വലി എനിക്ക് വേണ്ട എല്ലാ മാനസിക പിന്തുണയും അവരാ തന്നത്. എന്നെ കൊണ്ട് നടന്നത് മുഴുവൻ എൻ്റെ മോനെ. ഇപ്പം മോനില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ മക്കളെ നമ്മുടെ ഒരു അസറ്റ് തന്നെയാണ്. നല്ല ആശയം കൊടുത്ത് മക്കളെ വളർത്തിയാൽ അവർ നമുക്ക് തിരിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരായി മാറുമെന്നുള്ളതാണ്. ചേച്ചി അവരിൽ ഒരുപാട് നല്ല നല്ല ക്വാളിറ്റീസ് പറഞ്ഞു കൊടുത്ത് വളർത്തി. അവർക്ക് എന്ന് വിദ്യാഭ്യാസം വേണമെന്ന് തോന്നിയ സമയത്ത് അവരെ കൊണ്ട് സ്കൂളിലേക്ക് കൊടുത്തു, പറഞ്ഞു വിട്ടു ചെയ്തു. എന്നിട്ട് അവർ സ്കൂൾ എന്താണ്, ആ ലോകം എന്താണ്, പഠനം എന്താണെന്ന് അറിഞ്ഞിട്ട് ഈ മക്കളിൽ 2 പെൺകുട്ടികളിലും ആരെങ്കിലും, അല്ലെങ്കിൽ പിന്നെ 3ാമത്തെ ആളാണെങ്കിലും ഒരിക്കലെങ്കിലും ചേച്ചി പഴി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ എന്നോ കൊണ്ടേ ചേർക്കാമായിരുന്നു അമ്മേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സൊക്കെ തല്ലിക്കൊന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു വടി കിട്ടിയിരുന്ന വിജയം ഞങ്ങൾ ശരിയാക്കിയേനെന്ന്. ഞാൻ പറഞ്ഞു ടീച്ചറെ നിങ്ങൾക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ, അല്ല അവർ പഠിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മക്കളത് ചോദിച്ചപ്പോൾ ചേച്ചി എന്ത് ആൻസർ? മക്കള് ചോദിച്ചപ്പം എനിക്ക് അവരുടെ കുറച്ച് കൂട്ടൊക്കെ പോയോ അങ്ങനെയൊക്കെ ഒരു സങ്കടം. പക്ഷെ ഇപ്പൊ അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരാൾ കോളേജ് രാഷ്ട്രീയമൊക്കെ ആയിട്ട് അങ്ങനെ ഒക്കെ പോകുന്നുണ്ട്. നമ്മളും അതൊക്കെ തന്നെ ആയിരുന്നല്ലോ കോളേജിൽ, അങ്ങനെ പോകുന്നുണ്ട്. നൗ ദേ ആർ ഹാപ്പി. പിന്നെ മോനാണെങ്കിലും കുറച്ച് സ്പോർട്സ് പ്രാന്തൊക്കെ ഉണ്ട്, അങ്ങനെ പോണു. ഏതായാലും ഞാൻ എൻ്റെ കൃഷി കാര്യങ്ങൾ, സാമൂഹ്യ ആരോഗ്യം, അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. മനുഷ്യർ നന്നായി ഭക്ഷണം കഴിക്കുക. ഞാൻ എപ്പോഴും പറയും നല്ല ആരോഗ്യം, നല്ല സമൂഹത്തെ നമുക്ക് ബിൽഡപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം വേണം, ആരോഗ്യമുള്ളൊരു സമൂഹം. ഇതിനിടയിൽ ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി, 75ഓളം വെറൈറ്റി അരികൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അരികളുടെ ഗുണങ്ങളെല്ലാം പറയുകയും ചെയ്തു. നമ്മുടെ ഇവിടെ ഇന്നിപ്പോൾ എല്ലാവരും ഹെൽത്തി സ്റ്റൈലിലേക്കും ഓരോന്നും വലിയ ഡയറ്റൊക്കെ വെച്ച് എല്ലാവരും നോക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അന്നേരം എല്ലാവരോടും ഇപ്പം പറയുന്നത് കാർബ് കുറയ്ക്കൂ അല്ലെങ്കിൽ ഒഴിവാക്കൂ, ഈ 2 പറയുന്നത്. അതിലും ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ അരി ആഹാരങ്ങൾ മാക്സിമം കുറച്ച്, ഇപ്പം മില്ലറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഹെൽത്തി സൈഡ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അരി കുറയ്ക്കൂ എന്ന് പറയുമ്പോഴും കുറച്ച് പേര് പറഞ്ഞ്, ഞാൻ തന്നെ ഇൻ്റർവ്യൂ എടുത്ത് കുറച്ച് പേരുകൾ പറയുന്നുണ്ട്, നമ്മൾ ഈ മണ്ണിൽ ജനിച്ച് വളർന്നവരാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യം അരി തന്നെയാണ്. സോ നമ്മൾ ബാക്കി വിദേശത്തെ ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം നല്ലത് തന്നെ, ആ രീതിയിലുള്ള ഡയറ്റ് എടുക്കുന്നതും നല്ലത് തന്നെ, പക്ഷേ നമ്മുടെ ശരീരത്തിന് അരി ആവശ്യമാണെന്നും കുറച്ച് പേര് പറയുന്നത്. ഇത്ര അധികം അറിവുള്ള ചേച്ചിയോട് ഞാൻ ചോദിച്ചോട്ടെ, ചേച്ചി ഇതിൽ ഏത് പക്ഷത്തിലാണ് നിൽക്കുന്നത്, എന്താണ് ശരി? ഞാൻ ഒരിക്കൽ പോലും മില്ലറ്റ് കഴിച്ചിട്ടില്ല, മില്ലറ്റിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. മാത്രമല്ല ഇപ്പം ഒരു തകർച്ച കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ തകരുമ്പോഴും അരിയാണല്ലോ നമ്മുടെ ഇത്, ഞാൻ തിരിച്ചു വന്നതും അരിയിലൂടെ തന്നെയാണ്. ആ തകർച്ച കഴിഞ്ഞും എനിക്കെപ്പോഴും അരിയെ വിട്ട് ഒരു പണിയില്ല. ഞാൻ എപ്പോഴും അരി മുറുക്കെ പിടിക്കും. കാര്യം മില്ലറ്റിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇത് ഇപ്പം ഇല്ല. മില്ലറ്റിനോട് എല്ലാവർക്കും ഒരു ഭ്രമം ഉണ്ടായിരുന്നത് നിൽക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. കാര്യം മില്ലറ്റ് നമുക്ക് അങ്ങനെ ദഹന വ്യവസ്ഥയുമായിട്ട് യോജിച്ച് നമ്മൾ ഈ 3 നേരം ഭക്ഷണം കഴിക്കുന്നവർക്ക് യോജിച്ച ഒരു കാര്യമല്ല മില്ലറ്റ്. അരി ആണ് നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ്. ലോകത്തെ ഏറ്റവും സ്റ്റേപ്പിളായ ഫുഡ് റൈസ് തന്നെയാണ്. അപ്പോൾ ഈ മില്ലറ്റിൽ നിന്നും അരിയിലേക്ക് വരുമെന്നും ഇനി അരിയിൽ ഉറച്ച് മുന്നോട്ട് പോകുമെന്നും എനിക്ക് നല്ല ഉറപ്പാണ്.
കാര്യം നമ്മൾ ഗോതമ്പ് വന്നപ്പോഴും ഈയിടെയും എന്നോട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് പറഞ്ഞത് നമ്മുടെ ഈ ഗോതമ്പ് കൺസപ്ഷൻ കൂടിയപ്പം ക്യാൻസറിൻ്റെയൊക്കെ ഇത് കൂടിയിട്ടുണ്ട്. കാര്യം ഈ റെസിഡ്യൂസ് നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കിന് നമുക്ക് വേണ്ടാത്ത കെമിക്കൽസും കാര്യങ്ങളൊക്കെ ശരീരം പുറന്തള്ളാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കുന്ന രോഗങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി തികച്ചും തെറ്റാണ്. രോഗങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ രോഗം വന്നു പോകാൻ അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ഡയറ്റ് ചെയ്താലും, എന്ത് പ്രോട്ടീൻ കഴിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ജിമ്മിൽ പോയി ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്യുന്നു എന്നാലും ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങളുടെ രോഗത്തെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ആ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഉണ്ട്, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് ഓക്കെ. കാര്യം ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിയിൽ ഈ തകർച്ചയുള്ളപ്പോഴും ഞാൻ തിരിച്ചു വരണതിൽ അരിയിൽ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഒരിക്കലും ഞാൻ മില്ലറ്റ് കഴിക്കാറില്ല. ഞാൻ വല്ലപ്പോഴും റാഗി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ പേൾ മില്ലറ്റ്, കുറേ മില്ലറ്റ് ഉണ്ട്, അത് ഭയങ്കര കട്ടിയാണ്, ഒന്നും ദഹിക്കില്ല. പിന്നെ ഒരിക്കലും ഈ കിഡ്നി പേഷ്യൻസിനൊക്കെ പൊട്ടാഷ്യം ഉള്ള മില്ലറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നോക്കി കഴിക്കണം. നമുക്ക് അങ്ങനെയൊന്നും നോക്കി കഴിക്കാൻ അറിയില്ല. നമുക്ക് നോക്കി കഴിക്കാൻ അറിയാവുന്ന ഒരാൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നമ്മൾ അപ്പം തന്നെ അതിൻ്റെ പുറകെ ഫ്ലാക്സീഡ്, ഉടനെ ഫ്ലാക്സീഡിൻ്റെ പുറകെ പോയി. പിന്നെ ഈ മിക്സ് പൗഡേഴ്സ് പലതും ചെയ്ത് ഒന്നും ഹെൽത്തിന് ഇതല്ല. നമുക്കാകെ നല്ല രീതി എന്ന് പറയുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നോ മിതമായി കഴിക്കുക. മിതമായ ഭക്ഷണം, ശരിയായ ഉറക്കം, ഇത് രണ്ടും നമുക്കില്ല, ബേസിക്കലി ഇല്ല നമുക്ക്. അപ്പോൾ അതില്ലാതെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ആരോഗ്യം ഒരു സ്റ്റഡി ആയിട്ട് നമുക്ക് പോവില്ല. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായത്തിൽ നമ്മൾ അരി തന്നെ കഴിച്ച് തന്നെ പോവേണ്ട ആൾക്കാരാണ്. അരി കഴിക്കുമ്പോൾ നമ്മൾ പണ്ട് അരി കഴിച്ചാൽ, ഇപ്പൊ പാലക്കാട് 3 നേരം അരി കഴിക്കുന്നവരാണ്. അവർ കമ്പാരിറ്റീവ്ലി അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, അവർക്ക് ആർക്കും ഷുഗർ ഇല്ല, ഈ പറയുന്ന നമുക്ക് വയറില്ല, വണ്ണമില്ല, ഒന്നുമില്ല. എന്താന്ന് പറഞ്ഞാൽ അവർ അരി കഴിക്കുന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള പണി ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്നവർ, അല്ലെ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ അതിൻ്റെ കൂടെ ഫൈബർ കണ്ടൻറ്റ് നമ്മൾ കൂടുതൽ കഴിക്കുക. അതായത് ചോറ് കുറച്ചിട്ട് കറികൾ കൂടുതൽ കഴിക്കും. പിന്നെ എൻ്റെ സജഷൻ, പച്ചരിയാണ് നമുക്ക് നല്ലത്, പുഴുങ്ങലരിയല്ല. പച്ചരി പെട്ടെന്ന് ദഹിച്ച് മാറും, പുഴുങ്ങലരി അങ്ങനെയല്ല, അത് ബോയിൽഡ് ആണ് ഓൾറെഡി. അപ്പം നമുക്ക് അത് കുറച്ച് സമയം കമ്പയർ ഡൈജഷൻ ടൈം കൂടുതൽ എടുക്കും. അപ്പൊ നമ്മളിപ്പോ എല്ലാരും പറയുന്നത് എന്താണ്, നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ചെയ്യാനാ പറയുന്നത്. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാ പട്ടിണിയാണ് കുഴപ്പമെന്നാ പറയുന്നത്. ഇപ്പൊ പറയുന്നത് പട്ടിണി നല്ലതാണെന്നാ പറയുന്നത്, അല്ലേ? വിശക്കുന്നവനും വിയർക്കുന്നവനും രോഗമില്ലെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം വിശക്കുന്നുമില്ല, വിയർക്കുന്നുമില്ല. അപ്പൊ ഈ 2 കാര്യവും ഇപ്പം ഇല്ല. അപ്പം ഭക്ഷണം എന്ന് പറയുന്നതിനെ ഒരു ഔഷധമായി കണ്ട് കഴിക്കുക. അക്കൂട്ടത്തിൽ അരിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു ഭക്ഷണ ജീവിത രീതി ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ നമ്മൾ ഡയറ്റ് കൊടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു സർട്ടൺ ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ അവരോട് അരി തന്നെയാണ് കഴിക്കാൻ പറയുന്നത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.